കാൽമുട്ടില് സർജറിക്ക് ശേഷം നീര് ഇടയ്ക്കിടയ്ക്ക് കൂടുന്നു, ഇടയ്ക്കിടയ്ക്ക് കുറയുന്നു എന്ന് പറയുന്ന ആളുകളോട് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമാണ്, ഈ നീര് കൂടുന്നതിനുള്ള കാരണം നമ്മൾ സ്വയമായിട്ട് തന്നെ കണ്ടെത്തണം. കാരണം ഒരുപക്ഷെ ഓവർ സ്ട്രെയിൻ ആണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് നീര് കൂടാനുള്ള കാരണം. അങ്ങനെ ഓവർ സ്ട്രെയിൻ വരുന്നത് എപ്പോഴും നിങ്ങൾ കൂടുതൽ ജോലികൾ ചെയ്യുന്നത് കൊണ്ട് തന്നെയല്ല, അല്ലെങ്കിൽ എക്സസൈസ് തെറ്റായി ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, ലെഗിന്റെ പൊസിഷൻ തെറ്റായിട്ടാണ് നിങ്ങൾ വെച്ചിരിക്കുന്നതെങ്കിൽ കൂടെ ഓവർ സ്ട്രെയിൻ വരാം. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുന്ന സമയത്ത് ലെഗ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു അബ്ഡോമൽ പൊസിഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ അത് കാരണം സ്വെല്ലിംഗ് കൂടാനുള്ള ചാൻസസും ഉണ്ട്. പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് നീര് കൂടുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് എക്സസൈസസിൽ ചെയ്യുമ്പോൾ വരുന്ന ഓവർ സ്ട്രെയിൻ ആണ്. എക്സസൈസ് തെറ്റായി ചെയ്തു കഴിഞ്ഞാലും നീര് കൂടാം. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് ഏതൊക്കെ പൊസിഷനിലാണ് ഓവർ സ്ട്രെയിൻ വരുന്നത്, ഏതൊക്കെ എക്സസൈസസ് ചെയ്യുമ്പോഴാണ് ഓവർ സ്ട്രെയിൻ വരുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇടയ്ക്കിടയ്ക്ക് നീര് കൂടുകയും കുറയുകയും ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇതൊന്നും കൂടാതെ നീര് കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ, അതായത് മുട്ടിലുള്ള നീര് ഇരിക്കുന്ന സമയത്ത് കാലിലെ പാദങ്ങളിലേക്ക് ഇറങ്ങി വന്ന് കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ പിന്നീട് കാല് റേസ് ചെയ്യുന്ന സമയത്ത് പതിയെ പതിയെ ഇത് വീണ്ടും മുട്ടിലേക്ക് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളും പറയും രാവിലെ എണീക്കുന്ന സമയത്താണ് നീര് എനിക്ക് മുട്ടിൽ കൂടുതൽ, എന്നാൽ എണീറ്റ് കുറച്ച് കഴിയുമ്പോൾ മുട്ടിൽ നീരില്ല എന്ന് പറയും. അത് നീരെങ്ങും പോകുന്നതല്ല, മുട്ടിൽ നിന്ന് നീര് തനിയെ ഡ്രെയിൻ ആയിട്ട് താഴേക്ക് പാദത്തിന്റെ റേഞ്ചിലേക്ക് പോയി അക്യുമുലേറ്റ് ആയി കിടക്കുന്നതാണ്. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇടയ്ക്ക് വരും, ഇടയ്ക്ക് കൂടും. അപ്പോൾ ഈ ഓരോ പ്രോസസ്സിനെയും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. എപ്പോഴാണ് കൂടുന്നത്, എപ്പോഴാണ് കുറയുന്നതെന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായാലേ ഇതിനെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന് ഒരിക്കലും വന്ന് നിങ്ങൾ ഞങ്ങളോട് പറയുകയാണ് ഇടയ്ക്ക് നീര് കൂടും, ഇടയ്ക്ക് നീര് കുറയും എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ മെക്കാനിസം അറിയുന്നില്ല, എപ്പോഴൊക്കെയാണ് നീര് കൂടുന്നത് നിങ്ങൾക്ക് വലിയ ധാരണയില്ലെങ്കിൽ അവിടെ ഒരു പരിധി ഉണ്ടാവും അല്ലെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന്. അപ്പൊ ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക, എപ്പോഴൊക്കെയാണ് നീര് കൂടുന്നതെന്ന് നിങ്ങൾ തന്നെ ചാർട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ ചാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറന്നു പോകാതെ തന്നെ ഞങ്ങളെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ അടുക്കൽ നിങ്ങൾക്ക് ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞങ്ങൾക്കും കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അതനുസരിച്ച് നിങ്ങളെ കുറച്ചും കൂടി നന്നായിട്ട് സഹായിക്കാൻ സാധിക്കും.